സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത് നടക്കുമോ ഇല്ലയെന്നൊന്നും അറിയൂല. പക്ഷെ നടന്നാലില്ലെങ്കിൽ നമ്മുടെ ജാസിക്കാക്ക് KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് പോകണമെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ജാസിക്കാക്ക് തുണി പൊക്കി തുണി വിരിച്ച് സത്യാഗ്രഹം ഇരിക്കുമെന്നാണ് പറയുന്നത്. ഇവൻ അങ്ങനത്തെ ഫാമിലി പെട്ടൊന്നുമല്ല, എനിക്ക് ഫാമിലി പോലും ഇല്ല. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. പിന്നെ ഈ UDF ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ. അപ്പൊ ജാസിനെ ബസ്സിൽ കയറ്റിട്ട് ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര തരുമോ? പിന്നെന്താ, ഞാൻ സ്ത്രീയല്ല, എനിക്ക് സൗജന്യ യാത്ര വേണ്ട. പിന്നെ സ്ത്രീയാണെന്ന് അങ്ങോട്ട് സ്വയം പറഞ്ഞാൽ മതി, ഞങ്ങൾക്കും കൂടി തോന്നണ്ടേ. ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു വെച്ച് കർത്താവ് എന്നെ 7-ാം നരകത്തിലും തള്ളി ഇടൂല ചോറി കുട്ടിയെ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. സിലിക്കോൺ കുത്തി കയറ്റിയതുകൊണ്ടൊന്നും നീ സ്ത്രീ ആവില്ല മോനെ. ഇനിയിപ്പൊ അതിന് മേലെ നീ വേറെ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ, എന്നാലും കാര്യം. ഈ കിഴങ്ങനേതാ ഇതുപോലെ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി. ഓരോന്നിനും തർക്കിക്കാൻ നിന്നാ പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ. അത് തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പ്രതിഷേധം ഉണ്ടാക്കും. ഞാനത് ആ ഒരു നിയമം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ടേ ഞാൻ അടക്കും. വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നുകൊടു, ഇപ്പൊ കിട്ടും. നീ വാങ്ങും മിക്കവാറും. പിന്നെ ചൂടായുണ്ട്, ഇല്ല. ഉള്ളത് പറയാലോ, ഇതിനെ കണ്ട എല്ലാവർക്കും പിടിച്ചത് വാട്ടാൻ തോന്നും. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ് പറഞ്ഞത്. ശരിക്കും ഒന്ന് കേട്ടു നോക്കി. അതുകൊണ്ട് വെറുതെ കയറിട്ട് ഇളക്കാൻ നിൽക്കല്ല മോനെ. ഇവരുടെ കമ്മ്യൂണിറ്റി പെട്ട വേറെ ആർക്കും ഞങ്ങൾ സ്ത്രീ ആക്കണം, സ്ത്രീ ആയിട്ട് പരിഗണിക്കണം, സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാം ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആർക്കും പ്രശ്നം. ഇവർക്ക് മാത്രമാണ് എല്ലായിടത്തും ഞാനൊരു സ്ത്രീ സ്ത്രീ സ്ത്രീ. എന്ത് സ്ത്രീ? സ്ത്രീ വർഗത്തെ കുറിച്ച് തനിക്ക് എന്തോ അറിയാം. പുറത്തൊന്നും ഒരുത്തന്റെ ആവശ്യമില്ല, അതിനിവിടെ ഞാൻ പടുണ്ട്. നിങ്ങളുടെ തലകുത്തി പറഞ്ഞാലും ശരി നടക്കൂല, കേട്ടില്ലേ? എന്നാ ഗവിക്ക് അങ്ങോട്ട് ടൂറുണ്ടാക്കാനായിട്ട് അങ്ങോട്ട് ഗവിക്ക് സ്ത്രീയാന്ന് പോലും സ്ത്രീ. പക്ഷെ ഒന്നും കേട്ടോ, അന്നേ അവന് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത് അവൻ എത്തി. അവനിനി എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കറിയാം.